ഡബിൾ ചിൻ്റെ കാരണം ഫാറ്റ് ആണെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാ കേസുകളിലും അങ്ങനെ ഡബിൾ ചിൻ ഫാറ്റ് കൊണ്ട് മാത്രമാവില്ല. നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഡബിൾ ചിൻ അവിടെ ഉണ്ടാവാം. അപ്പോൾ ഡബിൾ ചിൻ ചില സമയത്ത് അതിന് കാരണം ചിലപ്പോൾ നമ്മുടെ ചിന്ന് ഡെവലപ്മെന്റ് കുറഞ്ഞുകൊണ്ടായിരിക്കാം, റുട്രോജീനിയ ആയിരിക്കാം, നമ്മുടെ ചിന്ന് അണ്ടർ ഡെവലപ്ഡ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ഡബിൾ ചിൻ പോലെ കാണാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചിന്ന് ഒരു പ്രോമിനന്റ് ആയിരിക്കത്തില്ല. അപ്പോൾ എന്താണ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ചിന്ന് പ്രോമിനന്റ് ആക്കാൻ പറ്റുക. ചിന്ന് പ്രോമിനന്റ് ആക്കണം, ഒന്നില്ലെങ്കിൽ ചിൻ ഇംപ്ലാന്റ്, നമ്മുടെ ഈ വായ്ക്കകത്തൂടെ പുറത്ത് ഒരു ഇൻസെഷനും ഇല്ലാതെ നമ്മുടെ വായ്ക്കകത്തൂടെ തന്നെ ചിന്നിന്റെ അവിടെ നമുക്ക് ഇംപ്ലാന്റ്സ് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്കത് ഇഞ്ചക്ഷൻ ചെയ്ത് മരവിപ്പിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മൈനർ പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിൻ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഇവിടെ കുറച്ചുകൂടെ പ്രോമിനന്റ് ആയി ടൈറ്റൻഡ് ആവും, നിങ്ങളുടെ ചിന്ന് കുറച്ചുകൂടെ പ്രോമിനന്റ് ആവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടെ ടൈറ്റൻഡ് ആയിട്ട് നിങ്ങളുടെ ജോ ലൈൻസ് കുറച്ചുകൂടെ പ്രോമിനന്റ് ആവും, നിങ്ങളുടെ ഡബിൾ ചിന്നും കുറച്ചുകൂടെ മാറി കിട്ടും, സ്ട്രെയിറ്റൻഡ് ആയി കിട്ടും, ഫേസിന്റെ നെക്ക് ലൈനെ കുറച്ചുകൂടെ സ്ട്രെയിറ്റൻഡ് ആയി കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ജീനോപ്ലാസ്റ്റി സർജറി എന്ന് പറഞ്ഞാൽ സർജറീസ് ഉണ്ട്. അതും നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് മരവിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന സർജറീസ് ആണ്. അതായത് നിങ്ങളുടെ ചിന്നിനെ നമ്മൾ ചെറുതായിട്ട് മുന്നോട്ട് നീക്കി വെക്കാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് നീക്കി അത് പ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സ്കിന്നെല്ലാം തന്നെ കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് വലിഞ്ഞ് സ്ട്രെച്ച്ഡ് ആയിട്ട് നിങ്ങളുടെ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അതുപോലെ തന്നെ ഈ സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ജീനോപ്ലാസ്റ്റി സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടങ് കുറച്ചുകൂടെ ഫോർവേഡ്ലി പ്ലേസ്ഡ് ആവുകയും നിങ്ങൾക്ക് കുറച്ചുകൂടെ പുറകിൽ നിങ്ങളുടെ എയർവേ സ്പേസ് കൂടുകയും അങ്ങനെ കുറച്ച് ആഡഡ് ബെനിഫിറ്റ്സും കൂടെ ഈ ജീനോപ്ലാസ്റ്റി സർജറീസ് കൊണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്നോറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും റിലീവ് ആവാൻ സഹായിക്കും.